സെൻട്രൽ മിനിസ്റ്ററായ സുജാതയ്ക്ക് ഒരു കിഡ്നി പ്രോബ്ലം വരുന്നു. ഉടനെ തന്നെ മറ്റൊരു കിഡ്നി വെച്ചില്ലെങ്കിൽ ഇവരുടെ ജീവൻ നിലനിൽക്കില്ലെന്ന് പറയുന്നതോടെ ഇവർ രഹസ്യമായി കിഡ്നി ഡോണറിനെ തിരക്കുകയായിരുന്നു. ഇവരുടെ മക്കളൊക്കെ വലിയ നിലയിലാണെങ്കിലും അവർക്കാർക്കും അമ്മയോട് വലിയ സെന്റിമെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പാർട്ടിയൊക്കെ ചെയ്ത് നടക്കുകയാണ്. അങ്ങനെയിരിക്കെ ഇവർക്ക് മാച്ചായിട്ടുള്ള രണ്ടുപേരെ സുജാതയുടെ ആളുകൾ കണ്ടുപിടിക്കുന്നു. അതിലുണ്ടായിരുന്ന ഒരു സ്ത്രീ മരിച്ചു. മറ്റൊരാളാണ് മുത്തു. മുത്തു ആകട്ടെ ഒരു അനാഥനായിരുന്നു. ഒരാൾ മുത്തുവിനെ എടുത്തു വളർത്തുകയും പിന്നീട് അയാൾ മരിച്ചതിന് ശേഷം മുത്തു അയാളുടെ മകളായ സുശീലയെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സുശീലയ്ക്ക് പീരീഡ്സ് ആകുമ്പോൾ നല്ല ബ്ലീഡിംഗ് ഉണ്ടാവുകയും അവൾ ബോധം കെട്ട് വീഴുകയും ചെയ്യും. അങ്ങനെ അവർ ഒരുപാട് ആശുപത്രിയിൽ കാണിക്കുന്നുണ്ട്. ഓരോ ചികിത്സയ്ക്കും നല്ല പണം ആവുകയും ചെയ്യുന്നുണ്ട്. നാട്ടിലെ ഒരു പലിശക്കാരന്റെ കയ്യിൽ നിന്ന് മുത്തു പണം വാങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ യൂട്രസിൽ എന്തോ കുഴപ്പമുണ്ട്, സർജറി വേണമെന്ന് പറയുന്നു. മുത്തു വീണ്ടും ആ പലിശക്കാരനെ കണ്ട പണം വാങ്ങി സർജറി നടത്തുന്നുണ്ട്. എന്നാൽ പണം മുത്തുവിന് തിരികെ നൽകാൻ കഴിയില്ലെന്നറിയുന്ന പലിശക്കാരനാവട്ടെ മുത്തുവിന്റെയും ഭാര്യയുടെയും കിഡ്നി തരാനായി ആവശ്യപ്പെടുന്നു. പേടിച്ച് മുത്തു ഭാര്യയുമായി ആ നാട് വിട്ടു പോകുന്നുണ്ട്. ദേഷ്യം വന്ന പലിശക്കാരനാവട്ടെ മുത്തു സുശീലയും മരിച്ചുവെന്ന് സർക്കാർ രേഖകളിലെല്ലാം വരുത്തി. അങ്ങനെ അവരുടെ റേഷൻ കാർഡ് പോവുകയും അവർക്ക് പിന്നീട് ഒരു ആനുകൂല്യവും കിട്ടാതാവുകയും ചെയ്തു. ഇതിന്റെ പേരിൽ നാട്ടിൽ തിരികെ വന്ന് പ്രതിഷേധം ചെയ്തുകൊണ്ടിരുന്ന മുത്തുവിനെ പോലീസ് പിടിക്കുകയും സുജാതയുടെ ആളുകൾ അവനെ അവിടുന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ മുത്തുവിനെയും സുശീലയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. മുത്തുവിന്റെ കിഡ്നി ചെക്കപ്പ് ഒക്കെ നടത്തുന്നു. ഇപ്പോഴും സുശീലയ്ക്ക് പീരീഡ്സ് ആകുമ്പോൾ വേദന ഉള്ളതുകൊണ്ട് അവളുടെയും ചെക്കപ്പ് നടത്തുന്നു. അപ്പോഴാണ് അവൾക്കൊരു കിഡ്നി ഇല്ല എന്ന് മനസ്സിലാകുന്നത്. മുത്തു ഇതിന്റെ പേരിൽ കേസ് കൊടുക്കുന്നുണ്ട്. സെൻട്രൽ മിനിസ്റ്ററായ സുജാതയ്ക്ക് കിഡ്നി കൊടുക്കാനാണ് താൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടുന്നു. നിയമപരമായിട്ടായിരുന്നില്ല കിഡ്നി ട്രാൻസ്ഫർ ചെയ്യാൻ മിനിസ്റ്റർ നോക്കിയത്. സത്യത്തിൽ സുശീലയ്ക്ക് ഒരു സർജറി നടത്തിയപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നു. അത് മുത്തുവിന് അറിയാമായിരുന്നു. ഇങ്ങനെ പാവങ്ങളുടെ അടുത്ത് വന്ന് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവരുടെ ഓർഗൻസ് ഒക്കെ തട്ടിയെടുക്കുമെന്ന് മുത്തു കോടതിയിൽ പറയുന്നു. ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ കോടതി ഉത്തരവിടുന്നുണ്ട്. ഇതിനിടയിൽ സുജാത മരണത്തോടെ മല്ലിടുകയാണ്. എന്നാൽ സ്വന്തം മക്കൾക്ക് പോലും അതൊന്നും ചിന്തയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ മുത്തു വന്ന് അവരുടെ ജീവൻ രക്ഷിക്കുന്നു. പണം മോഹിച്ചൊന്നുമല്ല, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകുന്നുണ്ട്.